ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മത്തമറിയം വനിതാ സമാജം 2024 കേന്ദ്ര പരീക്ഷയുടെ യേശുവിങ്കലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക, ലുക്ക് ടു ക്രൈസ്റ്റ് ആൻഡ് റൺ ദ റേസ് പെർസിസ്റ്റന്റ്ലി എന്ന പുസ്തകത്തിന്റെ 5ാമത്തെ ചാപ്റ്റർ, ദ റിമാർക്കബിൾ ക്വാളിറ്റീസ് ഓഫ് ദ സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ് ദ ഹൈ പ്രീസ്റ്റ്, ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ബലിയുടെ സവിശേഷതകൾ എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചോദ്യ ഉത്തരങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എബ്രായർക്ക് എഴുതിയ ലേഖനം 8, 9, 10 അധ്യായങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ ചിന്താ വിഷയങ്ങൾ. എന്തൊക്കെയായിരുന്നു 8ാം അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? 1, ക്രിസ്തു എന്ന മഹാപുരോഹിതൻ മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. സ്വർഗോന്നതങ്ങളിലെ ശുശ്രൂഷയാണ് ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ശുശ്രൂഷ എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 2ാമത്തെ ഭാഗം, ദ ന്യൂ കവനന്റ് ആൻഡ് ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി ആസ്പെക്ട്സ്, പുതിയ ഉടമ്പടിയും അതിന്റെ സവിശേഷതയും ശ്രേഷ്ഠതകളും ഒക്കെയാണ് നമ്മൾ 2ാമത്തെ ഭാഗത്ത് ഡിസ്കസ് ചെയ്തത്. ഇനി അതിനുശേഷം 9ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന പഴയ ഭൗമിക ആരാധനയും പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ക്രിസ്തുവിന്റെ ആരാധനയും അല്ലെങ്കിൽ ശുശ്രൂഷയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒക്കെയാണ് നമുക്ക് 9ാം അധ്യായത്തിൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം 10ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ക്രിസ്തുവിന്റെ മഹിമാസനത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്, യഥാർത്ഥ മഹിമാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്തു വരിക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതിനോട് ചേർന്ന് 10 പോയിന്റുകളുമാണ് നമ്മൾ 10ാം അധ്യായത്തിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആ ഭാഗത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1, The Holy Bible is a book that reveals Christ explained. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. വിശദീകരിക്കുക. നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്. പഴയ നിയമത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് പ്രൊഫസൈസസ് അബൌട്ട് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പറ്റി പ്രവചിക്കുന്നു പഴയ നിയമ പുസ്തകങ്ങളിൽ. അതിനുശേഷം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സുവിശേഷങ്ങൾ ക്രിസ്തുവിന്റെ ജീവിതത്തെ പറ്റി വിവരിക്കുന്നു, ജീവിതകാലത്തെ പറ്റി, ചരിത്രത്തെ പറ്റി വിവരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്നു, ഇറ്റ്സ് preaches about Christ. അതിനുശേഷം ലേഖനങ്ങൾ എപ്പിസിൽസ്, ഇറ്റ് എക്സ്പ്ലെയിൻസ് ആൻഡ് ഇന്റർപ്രറ്റ്സ് about Christ, ക്രിസ്തുവിനെ പറ്റി വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് തരുന്നു. അവസാനം റെവലേഷൻസ് എന്നുള്ള ഭാഗം, വെളിപാട് പുസ്തകം ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശയെ പറ്റി വെളിപ്പെടുത്തി തരുന്നു. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഓർ റിവീൽസ് about our hope in Christ. ഇതാണ് 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇത് നമുക്ക് വിശദീകരിച്ച് എഴുതാൻ സാധിക്കണം. 2, What are the major themes discussed in Hebrews chapter 8 to 10? എബ്രായർ 8 മുതൽ 10 വരെയുള്ള ചാപ്റ്റേഴ്സിൽ എന്തൊക്കെ അധ്യായങ്ങളിൽ സംസാരിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? The distinct and superior qualities of Christ the high priest and the uniqueness of his sacrifice. എന്തൊക്കെയാണ്? ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ സവിശേഷതകളും അവന്റെ യാഗത്തിന്റെ പ്രത്യേകതകളും ശ്രേഷ്ഠതയും ഒക്കെയാണ് നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇനി വാട്ട് ഇസ് ദ ബെറ്റർ ഹോപ്പ് ദാറ്റ് വി ഹാവ് ഇൻ ക്രൈസ്റ്റ്? ക്രിസ്തു നമുക്ക് നൽകുന്ന മികവേറിയ പ്രത്യാശ എന്താണ്? ക്രിസ്തു നമുക്ക് നൽകുന്ന മികവേറിയ പ്രത്യാശ? പഴയ നിയമ പൗരോഹിത്യം പല കാരണങ്ങളാൽ പരാജയപ്പെട്ടു പോകുമ്പോൾ, അവർക്ക് രക്ഷ നൽകുവാൻ സാധിക്കാതെ പോകുമ്പോൾ, അവിടെയാണ് ക്രിസ്തു നമുക്ക് ഒരു മികവേറിയ പ്രത്യാശ നൽകുന്നത്. എ ബെറ്റർ ഹോപ്പ് ഫോർ ദ പെർഫെക്റ്റ് ആൻഡ് ഇറ്റേണൽ ഹൈ പ്രീസ്റ്റ്. എന്തൊക്കെയാണ്? 1, who can offer perfect and eternal sacrifice for our sins. നമ്മുടെ പാപങ്ങൾക്ക് ഏറ്റവും മികവേറിയതും നിത്യവുമായ യാഗം കഴിക്കുവാൻ പ്രാപ്തനായ മഹാപുരോഹിതനാണ് ക്രിസ്തു. നമ്മെ ദൈവത്തിങ്കലേക്ക് നയിക്കുവാനും രക്ഷിക്കുവാനും സാധിക്കുന്ന മഹാപുരോഹിതനാണ് ക്രിസ്തു. who can lead us to God and save us. ഇതാണ് ക്രിസ്തുവിൽ ഒരു മഹാപുരോഹിതൻ എന്നുള്ളതിന്റെ വലിയ പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത്. ഇനി 4ാമതായിട്ട്, what aspects of Christ's priesthood is highlighted when we say Christ is seated at the throne of the majesty in heaven? ക്രിസ്തു സ്വർഗത്തിലെ മഹിമാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ഏതെല്ലാം വശങ്ങളാണ് അത് എടുത്തു കാണിക്കുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? സമാഗമന കൂടാരത്തിൽ ഒരു മഹാപുരോഹിതൻ
ഭൂമിയിലെ സമാഗമന കൂടാരം സ്വർഗത്തിലെ മഹിമാസനത്തിന്റെ ഒരു നിഴലായിട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഭൂമിയിലെ മഹിമാസനത്തിൽ ഭൂമിയിലെ ഈ തിരുനിവാസത്തിലേക്ക് എപ്പോഴാണ് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ കടന്നു ചെല്ലുന്നു, എന്നാൽ അവിടെ ഒന്ന് ഇരിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അവിടെയാണ് ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ സവിശേഷത. മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു എന്ന മഹാപുരോഹിതൻ പഴയ നിയമ പൗരോഹിത്യത്തെക്കാളും ശ്രേഷ്ഠനാകുന്നു എന്നുള്ളത് ഒന്നാമത് തെളിയിക്കുന്നു. രണ്ടാമതായിട്ട് അവൻ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് കൈവന്നതായിട്ടുള്ള ഔന്നത്യത്തെയും കാണിക്കുന്നു. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതാൻ സാധിക്കണം. ഓക്കെ, ഇനി ഡാഷ് വാസ് ഫോർഷാഡോയിങ് ഓഫ് ദ ത്രോൺ ഓഫ് മാജസ്റ്റി ഇൻ ഹെവൻ. സ്വർഗത്തിലെ മഹിമാസനത്തിന്റെ നിഴലായിരുന്നു എന്ത്? സമാഗമന കൂടാരത്തിലെ തിരുനിവാസം. The divine presence in the tent of meeting was the foreshadowing of the throne of majesty in heaven. ആറാമതായിട്ട്, what indicates the nobility that has been bestowed on humanity? മനുഷ്യത്വത്തിന് ലഭിച്ച ഔന്നത്യത്തെ സൂചിപ്പിക്കുന്നത് എന്താണ്? വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറയുന്ന വാക്ക് അത് ക്രിസ്തുവിന്റെ മഹത്വത്തിലും അധികാരത്തിലും പ്രഭാവത്തിലും പുത്രൻ അവരോധിതനായി എന്നാണ് അതിന്റെ അർത്ഥം. Son shares or dwells in the authority, glory and power of the Father. ഇത് മനുഷ്യർക്ക് വന്ന ഔന്നത്യത്തിനെ സൂചിപ്പിക്കുന്നതാണ്. By saying after ascension, Christ is seated on the throne of majesty indicates the nobility that has been bestowed on humanity. ഇനി ഏഴാമതായിട്ട്, the priestly service of Christ is oriented toward the high heavens. Explain. ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ സ്വർഗോന്നതങ്ങളിലേക്കുള്ള ശുശ്രൂഷയാണ് വിവരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ്, ക്രിസ്തുവിനെ ദൈവം നിയോഗിച്ചത് എന്താണ്? ഭൂമിയിലെ ക്രമമനുസരിച്ചുള്ള ഭൗമിക ക്രമമനുസരിച്ചുള്ള ശുശ്രൂഷയ്ക്കായിട്ടല്ല, മറിച്ച് ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ സ്വർഗോന്നതങ്ങളിലേക്കുള്ള ശുശ്രൂഷയാണ്. രണ്ട്, പഴയ പൗരോഹിത്യം പഴയ ഉടമ്പടി അധിഷ്ഠിതമായിട്ട് അനുസരിച്ചായിരുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യം പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ്. അതിന്റെ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു. പഴയ പൗരോഹിത്യം അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള റിച്വൽസ് ആയിരുന്നു, അല്ലെങ്കിൽ പാപപരിഹാര യാഗങ്ങളൊക്കെ നിരന്തരമായിട്ട് കഴിക്കുകയായിരുന്നു. പഴയ നിയമത്തിനനുസരിച്ചായിരുന്നു അത്. എന്നാൽ ക്രിസ്തുവിന്റെ യാഗം അത് എന്നേക്കുമായിട്ട് ഒരിക്കൽ നമുക്ക് വേണ്ടി യാഗം കഴിച്ചു. നമുക്ക് പാപമോചനം ലഭിക്കുവാനും രക്ഷ ലഭിക്കുവാനും ദൈവിക കൂട്ടായ്മ തിരിച്ചു ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയായിരുന്നു ക്രിസ്തുവിൻ്റെത്. അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവ സ്നേഹത്തിലാണ്. ഇതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി കമ്പയർ ബിറ്റ്വീൻ ദ ഓൾഡ് കവനന്റ് ആൻഡ് ദ ന്യൂ കവനന്റ്. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിൽ താരതമ്യം ചെയ്യുക. നമ്മളൊരു 5-6 പോയിന്റ്സ് തന്നെ പറഞ്ഞിരുന്നു. എന്താണ്? പഴയ ഉടമ്പടി അപൂർണമായിരുന്നു. അത് പഴയ ഉടമ്പടി പരാജയപ്പെട്ടു പോയി. കാരണം ജനത്തിന് ദൈവിക കൽപ്പനകൾ പാലിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പുതിയ ഉടമ്പടിയുടെ ആവശ്യം അവിടെ വന്നത്. അത് ക്രിസ്തുവിലൂടെ അത് പൂർണ്ണമാകപ്പെട്ടു. ഇറ്റ് വാസ് ഫുൾഫിൽഡ് ത്രൂ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, the old covenant was between God and Israel. ദൈവവും ഇസ്രായേൽ മക്കളുമായിട്ടായിരുന്നു ആദ്യത്തെ ഉടമ്പടി. എന്നാൽ പുതിയ ഉടമ്പടിയുടെ പ്രധാന കേന്ദ്രവും അതിന്റെ കർത്താവും അതിന്റെ മധ്യസ്ഥനും എല്ലാം ക്രിസ്തു ആകുന്നു. മൂന്നാമതായിട്ട്, the old covenant was written on stone. കല്ലിന്മേലായിരുന്നു പഴയ ഉടമ്പടി എഴുതിയിരുന്നെങ്കിൽ the new covenant is written on the heart of the human. നമ്മുടെ മനുഷ്യ ഹൃദയങ്ങളിലാണ് പുതിയ ഉടമ്പടി എഴുതപ്പെട്ടിരിക്കുന്നത്. പഴയ ഉടമ്പടി സ്ഥാപിച്ചത് കാളകളുടെ രക്തത്താലാണെങ്കിൽ പുതിയ ഉടമ്പടി ക്രിസ്തു തന്റെ സ്വന്തം രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് സ്ഥാപിച്ചത്. ഇറ്റ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഷെഡിങ് ഹിസ് ഓൺ ബ്ലഡ്. ഇനി എന്താണ് പഴയ ഉടമ്പടിയുടെ പ്രോമിസ്? ദൈവം അവരെ, ഇസ്രായേൽ മക്കളെ കാത്ത് പരിപാലിച്ചുകൊള്ളും, അവരെ അനുഗ്രഹിക്കും. അവർ ദൈവിക കൽപ്പനകൾ പാലിച്ച് നടക്കുകയാണെങ്കിൽ. എന്നാൽ പുതിയ ഉടമ്പടി അനുദപിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കലേക്ക് തിരിക്കുന്നവർക്ക് പാപമോചനവും ദൈവിക കൂട്ടായ്മ തിരിച്ചു ലഭിക്കുകയും ചെയ്യും. ഇതാണ് പുതിയ നിയമം, പുതിയ ഉടമ്പടി നമുക്ക് നൽകുന്നതായിട്ടുള്ള വിലയേറിയ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ചോദ്യവും ഇതെല്ലാം നമ്മൾ താരതമ്യം ചെയ്ത് എഴുതുക. ഇനി the Lord and mediator of the new covenant is Christ. പുതിയ ഉടമ്പടിയുടെ കർത്താവും മധ്യസ്ഥനും പ്രധാന കേന്ദ്രവും എല്ലാം ക്രിസ്തുവാണ്. അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
എങ്ങനെയാണ് പഴയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടത്? എങ്ങനെയാണ് ക്രിസ്തു പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്? പഴയ ഉടമ്പടി കാളകളുടെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ടതാണെങ്കിൽ ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് പുതിയ നിയമം സ്ഥാപിച്ചത്. The old has been instituted by the blood of oxen, but the new has been instituted by Christ through shedding his own blood. Those who repent get the redemption of forgiveness. Why? അനുദപിക്കുന്നവർക്ക് ക്ഷമയുടെ മോചനം ലഭ്യമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. എന്തുകൊണ്ട്? എന്താണ്? ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞാണ് പുതിയ നിയമം സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ അനുദപിക്കുന്നവർക്ക് ക്ഷമയുടെ മോചനം ലഭിക്കുന്നു. 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. We cannot become new creations until നമുക്ക് പുതിയ സൃഷ്ടികളാകാൻ കഴിയുകയില്ല. എന്താണ്? പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ നമുക്ക് പുതിയ സൃഷ്ടികളാകാൻ കഴിയുകയില്ല. We cannot become new creations until our sins are forgiven. ഇനി what is the Hebrew term used to denote covenant in Hebrews 8? എബ്രായർ 8-ൽ ഉടമ്പടിയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം ഏതാണ്? ബെറിത്ത് അല്ലെങ്കിൽ ബ്രിത്ത്, അങ്ങനെ ഒരു പ്രൊനൗൺസിയേഷൻ ആയിരിക്കാം. ബെറിത്ത് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹീബ്രു ടേം ആണ് ചോദിച്ചിരിക്കുന്നത്, ബെറിത്ത്. What term is used to denote covenant between persons of equal status or position? തുല്യ പദവിയോ സ്ഥാനമോ ഉള്ള വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടിയെ സൂചിപ്പിക്കുവാൻ ഏത് പദം ഉപയോഗിക്കുന്നു? ഈക്വൽ സ്റ്റേറ്റസിലുള്ള ആൾക്കാരെ സിന്തിക്കി അല്ലെങ്കിൽ സുന്തിക്കി എന്നുള്ള ഒരു വാക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി covenant in Greek or Syriac ഭാഷയിൽ ഉടമ്പടി എന്നുള്ള വാക്ക് എന്താണ്? ദിയാതീക്കി എന്നുള്ളതാണ് അല്ലെ? എന്താണ്? ദിയാതീക്കി എന്നുള്ള ഒരു വാക്കാണ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. In verses 7 to 13 of chapter 8, the superiority of new covenant is affirmed. Explained. 8-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠത സ്ഥിരീകരിക്കുന്നു. വിശദീകരിക്കുക. നമ്മളിപ്പോ പറഞ്ഞ കമ്പാരിസൺ പോയിന്റ്സ് തന്നെ അവിടെയും എഴുതിയാൽ മതി. വാട്ട് വാസ് ദി ഓൾഡ് കവനന്റ്? പഴയ ഉടമ്പടി എന്തായിരുന്നു? എന്താണ്? ഇസ്രായേലിനെ ദൈവം കാത്തു സൂക്ഷിക്കും എന്നുള്ള ഉറപ്പായിരുന്നു പഴയ ഉടമ്പടി. ദ ന്യൂ കവനന്റ് ഈസ് ഇൻ ഡാഷ്. പുതിയ ഉടമ്പടി ഡാഷ്. എവിടെയാണ് പുതിയ ഉടമ്പടി? മനുഷ്യന്റെ ഹൃദയത്തിലാണ് പുതിയ ഉടമ്പടി. പുതിയ നിയമത്തിൽ മനുഷ്യ ഹൃദയത്തിൽ ആണ് പുതിയ ഉടമ്പടി. Okay, in the human heart. Write the special features of the New Testament. പുതിയ നിയമത്തിന്റെ സവിശേഷതകൾ എഴുതുക. 4 പോയിന്റ്സ് നമ്മൾ പഠിച്ചിരുന്നു. എന്തൊക്കെയാണ്? 1, അവ ബഹുലമായ ചില ചട്ടങ്ങളും പ്രമാണങ്ങളും ആയിരുന്നില്ല. ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. It was not a series of extensive rules and regulations. It was based on the foundation of God's love. രണ്ടാമതായിട്ട് ദൈവവും മനുഷ്യനുമായി ആത്യന്തിക ബന്ധം സ്ഥാപിക്കുന്നതായിരുന്നു പുതിയ ഉടമ്പടി. The new covenant established a relationship with the God that is ultimate. മൂന്നാമതായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ തന്നെയായിരുന്നു അവന്റെ ഉപദേഷ്ടാവ്. ആ ദൗത്യമാണ് പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്നത്. മനുഷ്യ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ആ ഉടമ്പടി സ്ഥാപിക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്നു. In the human heart, the Holy Spirit institutes that covenant and carries it out. നാലാമതായിട്ട് പഴയ നിയമത്തിൽ മനഃപൂർവ്വമായി ചെയ്യുന്ന ലംഘനങ്ങൾക്ക് ക്ഷമ ലഭിക്കുകയില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അനുദപിക്കുന്നവർക്ക് ക്ഷമയും മോചനവും ലഭ്യമാകുന്നു. In the Old Testament, sins that were committed willfully would not be forgiven. However, in New Testament, those repent receive forgiveness and redemption. ഇങ്ങനെ 4 പോയിന്റ്സും കൂടെ നമുക്ക് എന്താണ് പുതിയ നിയമത്തിന്റെ പുതിയ ഉടമ്പടിയുടെ സവിശേഷതകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിക്കണം. ഓക്കെ ആണല്ലോ? അടുത്തതിലേക്ക് കടക്കാം. ഇനി അടുത്തതായിട്ട് വാട്ട് ഇസ് ഡിസ്കസ്ഡ് ഇൻ ഹീബ്രൂസ് ചാപ്റ്റർ 9. എബ്രായർ 9-ാം അധ്യായത്തിൽ എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത്? നമ്മൾ പറഞ്ഞു 9-ാം അധ്യായത്തിൽ പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഭൗമിക ശുശ്രൂഷയെ പറ്റിയും പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന സ്വർഗീയ ശുശ്രൂഷയെ പറ്റിയുമുള്ള ഒരു കമ്പാരിസൺ, താരതമ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാട്ട് ഇസ് ദി ടെന്റ് ഓഫ് മീറ്റിംഗ് ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ്? എന്താണ് സമാഗമന കൂടാരം പഴയ നിയമത്തിൽ എന്ന് പറയുന്നത്? സമാഗമന കൂടാരം ദൈവാരാധനയ്ക്ക് വേണ്ടി മോശ വഴി ദൈവം ഇസ്രായേലിന് നൽകിയതാണ്. The tent of meeting was given to the Israelites by God through Moses for the worship of God.
ഓക്കെ. ഇനി വിച്ച് ആർ ദ 2 കമ്പാർട്ട്മെന്റ്സ് ഇൻ ദ ടെന്റ് ഓഫ് മീറ്റിംഗ്? 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? ഒന്ന് വിശുദ്ധ സ്ഥലവും 2 അതിവിശുദ്ധ സ്ഥലവും. ദ ഹോളി പ്ലേസ് ആൻഡ് ദ ഹോളി ഓഫ് ഹോളീസ്. വാട്ട് ആർ ദ സർവീസസ് കണ്ടക്ടഡ് ഇൻ ദ ടെന്റ് ഓഫ് മീറ്റിംഗ്? സമാഗമന കൂടാരത്തിൽ നടത്തുന്നതായിട്ടുള്ള ശുശ്രൂഷകൾ ഏതൊക്കെയാണ്? എന്തൊക്കെയാണ്? എല്ലാ ദിവസവും ലേവി പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷകൾ അനുഷ്ഠിക്കും. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ മാത്രം പാപപരിഹാര ദിവസത്ത് കടന്നു ചെന്ന് ധൂപം അർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. പിന്നെ ഡാഷ് ഇൻ ടാബർനാക്കിൾ ഇസ് എ സിംബൽ ഓഫ് ദ സാക്രിഫീഷ്യൽ ഓഫറിംഗ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ബലിയർപ്പണത്തിന്റെ പ്രതീകമാണ് ഡാഷ്. എന്താണ്? അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ധൂപപീഠം ക്രിസ്തുവിന്റെ ബലിയർപ്പണത്തിന്റെ പ്രതീകമാണ്. ദ ഓൾട്ടർ ഓഫ് ഇൻസെൻസ് ഇൻ ദ ടാബർനാക്കിൾ ഇസ് എ സിംബൽ ഓഫ് ദ സാക്രിഫീഷ്യൽ ഓഫറിംഗ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. എക്സ്പ്ലെയിൻ അബൌട്ട് ദ 2 ഒബ്ജക്ട്സ് വിച്ച് ആർ പ്ലേസ്ഡ് ഇൻ ദ ഹോളി പ്ലേസ്. അതിവിശുദ്ധ സ്ഥലത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് അതിന്റെ അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തെ പറ്റി ഒക്കെ പറയുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ പറയാവുന്ന 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? വിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 2 വസ്തുക്കൾ സ്വർണ്ണ നിർമ്മിതമായ 7 ശിഖരങ്ങളുള്ള നിലവിളക്കും കാഴ്ചയപ്പം വെച്ചിരിക്കുന്ന മേശയും ആയിരുന്നു. ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ് വിത്ത് 7 ബ്രാഞ്ചസ് വിച്ച് റെപ്രസെന്റ്സ് ലൈറ്റ്, പ്രകാശത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കാഴ്ചയപ്പം വെച്ചിരിക്കുന്ന മേശ, ദ ടേബിൾ ഓഫ് ഷോ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞു, ദ ടേബിൾ ഓഫ് പ്രസൻസ് ഓഫ് ബ്രെഡ് എന്ന് പറയുന്ന ഒരു വസ്തുവിനെ പറ്റി നമ്മൾ പറഞ്ഞു. എന്താണ്? 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 അപ്പങ്ങൾ മേശമേൽ വെക്കുകയും പുരോഹിതന്മാർ ശാബത തോറും അത് മാറ്റുകയും ചെയ്യുമായിരുന്നു. നിലവിളക്ക് പ്രകാശത്തിന്റെയും കാഴ്ചയപ്പം ജീവന്റെയും പ്രതീകങ്ങളായിരുന്നു. സഭയിൽ ലഭ്യമാകുന്ന പരിശുദ്ധാത്മദാനത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും മുൻകുറികളായിട്ട് നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഭാഗത്ത് എഴുതാൻ സാധിക്കണം. ഇനി the old law and its rites and rituals were temporary but the new law is eternal. Explain. പഴയ നിയമവും അതിന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും താൽക്കാലികമായിരുന്നു, എന്നാൽ പുതിയ നിയമം നിത്യമാണ്. വിശദീകരിക്കുക. നമ്മൾ ഈ 9-ാം അധ്യായത്തിന്റെ ഹോൾ കണ്ടന്റ് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കണം. എന്തൊക്കെയാണ്? പഴയ നിയമ പൗരോഹിത്യം എന്നുള്ളത് എന്തായിരുന്നു? അത് ഈ അനുഷ്ഠാനങ്ങളും ആചാരങ്ങൾക്കും ഒന്നും മനുഷ്യന് രക്ഷ നേടിക്കൊടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. പഴയ നിയമത്തിലെ ബലിയനുഷ്ഠാനങ്ങൾക്കും ചട്ടങ്ങൾക്കും പ്രമാണങ്ങൾക്കും പൂർണ്ണമായ വീണ്ടെടുപ്പ് സാധ്യമാക്കുവാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ യാഗം അത് ഒരിക്കൽ എന്നേക്കുമായി പൂർണ്ണമാക്കി. പഴയ നിയമം കാളകളുടെ രക്തം ചൊരിഞ്ഞ് പ്രതിഷ്ഠിച്ചുവെങ്കിൽ അത് താൽക്കാലികമായിരുന്നു. എന്നാൽ ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞ് പുതിയ നിയമം സ്ഥാപിച്ചതിനാൽ അത് നിത്യമാണ്. ഇത്രയും നമുക്ക് കണ്ടന്റിനോടൊപ്പം ചേർത്ത് എഴുതാൻ സാധിക്കണം. ബ്രെഡ് ഓഫ് പ്രസൻസ് ഇസ് എ സിംബൽ ഓഫ് കാഴ്ചയപ്പം ഇതിന്റെ പ്രതീകമാണ്. എന്തിന്റെ പ്രതീകമാണ്? ജീവന്റെ പ്രതീകമാണ്. ലൈഫ് എന്നുള്ളതാണ്. വിച്ച് ഒബ്ജക്ട് ഇൻ ദ ഹോളി പ്ലേസ് റിപ്രസെന്റ്സ് ലൈറ്റ്? വിശുദ്ധ സ്ഥലത്തെ ഏത് വസ്തുവാണ് പ്രകാശത്തെ പ്രതിനിധീകരിക്കുന്നത് എന്നും ചോദിക്കാം. എന്താണ്? ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ് വിത്ത് 7 ബ്രാഞ്ചസ്. സ്വർണത്തിൽ നിർമ്മിതമായ 7 ശിഖരങ്ങളുള്ള നിലവിളക്ക്. 12 ലോസ് റിപ്രസെന്റ് 12 അപ്പങ്ങൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അവസാനത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. Which are the basic tenets of the author of Hebrews? എബ്രായർ രചയിതാവ് അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം രക്തം നൽകി രക്ഷ സാധ്യമാക്കി. 22-ാം വാക്യം രക്തം ചൊരിയാതെ വിമോചനമില്ല. Salvation has been effected by offering his own blood. There is no salvation without the shedding of blood. അതിനൊരു എക്സ്പ്ലനേഷനും കൂടെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ്? രക്തം ചൊരിയുക എന്നുള്ളതിന്റെ അർത്ഥം കൊല്ല നടത്തി മൃഗത്തിന്റെ രക്തം ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴിക്കുക എന്നതാണ്. അതായത് അതിൽ കൂടി ജീവൻ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയായിരുന്നു. ആ സമർപ്പണത്തിലൂടെയാണ് വിമോചനം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് തന്റെ സ്വന്തം രക്തമൊഴുക്കി ക്രിസ്തു നമുക്ക് വിമോചനം നേടിത്തന്നു എന്നുള്ളത് പറയുന്നത്. ഇനി അവസാനത്തെ ഭാഗം, ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ഡാഷ് ആൻഡ് ഹിസ് സാക്രിഫൈസ് ഇസ് ഡാഷ്. 10-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, യേശു ക്രിസ്തു ജീവനുള്ള പുതുവഴിയും ക്രിസ്തുവിന്റെ യാഗം സമ്പൂർണവും ആയിരുന്നു. എന്താണ്? ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ലിവിംഗ് ന്യൂ വേ ആൻഡ് ഹിസ് സാക്രിഫൈസ് ഇസ് പെർഫെക്റ്റ്. ഇനി
ഡ്രോ നിയറർ ടു ഗോഡ് വിത്ത് കോൺഫിഡൻസ്. വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക, വിശദീകരിക്കുക. 10 പോയിന്റ്സും നമുക്ക് അവിടെ എഴുതാൻ സാധിക്കണം. എന്തൊക്കെയാണ്? 1, ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും മൂലം കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്കിപ്പോൾ സാധിക്കുന്നു. നമ്മൾ എപ്രകാരം കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലണം? ധൈര്യത്തോടെ കടന്നു ചെല്ലണം. കാരണം ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് അവിടെ ഉണ്ട്. 3, അടുത്ത് ചെല്ലുക, അടുത്ത് വരിക എന്നുള്ള ആഹ്വാനം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇത് അകന്ന് നിൽക്കുന്നവർക്കും വിശ്വാസ പരിത്യാഗം ചെയ്യുന്നവർക്കും ഒക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നുള്ള 7 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. നമ്മൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. എന്തൊക്കെയാണ്? 1, മാമോദീസായിലൂടെ നാം സ്വീകരിക്കുന്ന വിശ്വാസവും പ്രത്യാശയും അനുദിന ജീവിതത്തിൽ നാം തുടർന്നുകൊണ്ട് പോകണം. കണ്ടിന്യൂസ് ഫെയ്ത്ത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണ് എന്നുള്ള ബോധ്യത്തിൽ ദൈവസന്നിധിയിൽ നാമും വിശ്വസ്തരാകണം. ബി ഫെയ്ത്ത്ഫുൾ എന്നുള്ളതാണ്. അതുപോലെ ഡു ദ ഡീഡ്സ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം. ആരാധന അനുഷ്ഠാനങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കരുത്. അതുപോലെ വിശ്വാസത്യാഗത്തിന്റെ ഭയാനകത ഒക്കെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. സമ്മാനാർഹമായ ആത്മീയ ധൈര്യം പ്രാപിക്കുക. ആത്മധൈര്യം പരിത്യജിക്കരുത്. അവസാനത്തേത്, പ്രത്യാശയിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ക്രിസ്തുവിൽ ദൈവത്തെ വിശ്വാസത്തോടെ സമീപിക്കുക എന്നുള്ള പോയിന്റ് നമ്മൾ എഴുതേണ്ടത്. ഇനി ഹൗ ട്രൂ സ്പിരിച്വാലിറ്റി ഷുഡ് ബിക്കം വിസിബിൾ. യഥാർത്ഥ ആത്മീയത എങ്ങനെ പ്രകടമാക്കണം? എങ്ങനെയാണ് യഥാർത്ഥ ആത്മീയത? പരസ്പര ബന്ധങ്ങളിലും വ്യാപരണങ്ങളിലുമുള്ള സ്നേഹത്തിലൂടെ പ്രകടമാക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്താണ്? True spirituality becomes visible when love is manifested in mutual relationships and transactions. നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ കാര്യങ്ങളിലും എല്ലാം സ്നേഹത്തിലൂടെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വിച്ച് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നുള്ളത് 1 കൊരിന്ത്യർ 13:13 ബന്ധപ്പെടുത്തിയും ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത്രയൊക്കെ ആണ് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ. ഇതും കൂടെ ഒന്ന് റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്രയുമേ ഉള്ളൂ ഈ ഒരു ക്ലാസ്. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.